2020 ലോകകപ്പ് ഇനി പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ഇനി 7 ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാ ടീമുകളും അവസാന ഘട്ട പരീക്ഷണ ഘട്ടത്തിലാണ്. ഈ തവണയും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്. 2024 ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പരമ്പര തോക്കാതെയാണ് പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ ഇന്ത്യ ഓട്ടം നടത്തുന്നത്. ഇന്ത്യയും ലംഘ്യമാണ് 2020 ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത്. പൂർണ്ണ വാർത്തകൾക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കായിക വാർത്തകൾ നിങ്ങളുടെ മുമ്പിലെത്തും. 2020 ലോകകപ്പ് അടുക്കുകയും ഇപ്പോഴും ഇന്ത്യക്ക് ആശങ്കയ്ക്ക് നൽകുന്നത് സഞ്ജുവിൻ്റെ ഫോമാണ്. അവിടെ ഇന്ത്യ ഫോമിലേക്ക് കൊണ്ടുവരാൻ സൂര്യകുമാർ യാദവിൻ്റെ ഫോമായിരുന്നു ഇന്ത്യയിൽ അലട്ടിയിരുന്നത്. സൂര്യകുമാർ യാദവ് ന്യൂസിലൻഡിനെതിരെയുള്ള കളിയിൽ തിരിച്ചു വന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമായി. അടിവടിച്ചത് സെഞ്ചുറി അടിച്ചത് ഇഷാൻ കിഷനെ കൊണ്ടുവരാൻ മുൻ താരങ്ങൾ ഉൾപ്പെടെ ടീമിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇഷാൻ കിഷനെ ഓപ്പണറാക്കുമ്പോൾ ഇന്ത്യ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ 2 ലെഫ്റ്റ് ഹാൻഡർ ഓപ്പണറായിട്ട് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഇല്ലാതെയാകും. അത് ടീമിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. അത് അഭിഷേകും ഇഷാൻ കിഷനും ഓപ്പണിങ് ചെയ്യുമ്പോൾ 3-ാം നമ്പറിൽ ഇറങ്ങേണ്ടത് മറ്റൊരു ലെഫ്റ്റ് ഹാൻഡറാണ്, തിലക് വർമ്മ. 3 ഇടം കൈകൾ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ് സെറ്റ് ചെയ്യാനും എതിർ ക്യാപ്റ്റന് സഹായകരമാകും. ഇന്ത്യയുടെ ടോപ്പ് 3 പെട്ടെന്ന് പുറത്തായ പിന്നാലെ വരുന്ന സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ള ബാറ്റർക്ക് അത് വലിയ തലവേദനയാകും. ഇഷാൻ കിഷന് വേണ്ടി ഇന്ത്യ വലിയ പൊളിച്ചെഴുത്ത് നടത്തുമ്പോൾ ടീമിനെ അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചേക്കും. ഇടത് വലുത് കോമ്പിനേഷൻ നിലനിർത്താൻ 3-ാം നമ്പറിൽ ചിലപ്പോൾ സൂര്യകുമാർ യാദവ് തന്നെ പ്രൊമോട്ടായി വരാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് വലിയ തിരിച്ചടിക്ക് കാരണമാകും. ഇപ്പം 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് വലിയ ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നത്. സൂര്യയുടെ ഫോമിനെയും ബാധിക്കും. ഇഷാൻ കിഷനും വലിയ വിശ്വസ്തനായ താരമല്ല. സ്ഥിരതയുടെ കാര്യത്തിൽ സഞ്ജുവിനെ പോലെ തന്നെയാണ് ഇഷാനും. IPL കഴിഞ്ഞ ശേഷം ഹൈദരാബാദിനൊപ്പം ആദ്യ കളിയിൽ സെഞ്ചുറി അടിച്ചതിന് ശേഷം പിന്നെ ഫോമിലേക്ക് വരാൻ ബുദ്ധിമുട്ടിയ ഇഷാനെ എല്ലാവരും കണ്ടിരുന്നു. ഇത് ഗൗതം ഗംഭീറിനും വലിയ ബാധ്യതയാകും. ഗൗതം ഗംഭീർ പരമ്പര കളിക്കാരെക്കാരും ടീമിനെക്കാരും ഏറ്റവും അത്യാവശ്യം ഗൗതം ഗംഭീറിനാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.